ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 22 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. ഒന്നാം വായന 1 സാമുവേൽ 1-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം വായനയിൽ നമ്മൾ കാണുന്നത് എൽക്കാന ഹന്ന ദമ്പതികളെ കുറിച്ചാണ്. 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 4 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത് എങ്കിൽ നമ്മൾ ആ 1-ാം അധ്യായം മുതൽ ആരംഭം മുതൽ ഒന്ന് വായിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ ഒരു പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹന്ന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹന്ന എൽക്കാന ദമ്പതികൾക്ക് മക്കളില്ല. 10 വർഷമായി എല്ലാ ദിവസവും തന്റെ ഈ കുഞ്ഞില്ലാത്ത വേദനയെ പ്രതി ദുഃഖിക്കുന്ന ഹന്നയോട് എൽക്കാന പറയുന്നുണ്ട്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ മേന്മയുള്ളവനല്ലേ എന്ന്. എങ്കിലും അവൾ എന്നും ദുഃഖിതയാണ്. മനുഷ്യർക്കൊക്കെ നമ്മളെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒരു സമാധാനവും പരിഹാരവും തരാൻ മനുഷ്യർക്ക് സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അന്ന ആദ്യം ചെയ്യുന്നത് അവൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾ പോവുകയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭാപ്രസംഗന പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഒന്നിലും സന്തോഷം തോന്നില്ലാത്ത ദുർദിനങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഹൃദയം നൊന്തുകൊണ്ട് അവൾ അവിടെ പോയിട്ട് കരയുകയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം കർത്താവിൽ നിന്നാണ്. പ്രതിസന്ധിയിലൂടെ കടത്തിവിടുന്ന ദൈവത്തിന്റെ കയ്യിൽ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്തെ കാര്യം അവൾ ചെയ്യുന്നത്, അവൾ വേദനയോടുകൂടെ ഹൃദയം നൊന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് കരയുന്നവരെ മറികടന്നു പോകുവാൻ ദൈവത്തിനൊരിക്കലും സാധിക്കില്ല. നമ്മൾ കരയേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്നവനെ ജനത്തിന്റെ മുമ്പിൽ, ഉടപ്പിറപ്പുകളുടെ മുമ്പിൽ കരയാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. ഹന്ന ഇവിടെ ദേവാലയത്തിൽ പോയി ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് അവൾ ചെയ്യുന്നത്, അവൾ ഒരു നേർച്ച നേരുകയാണ്. തന്റെ നേർച്ച എന്ന് പറയുന്നത്, അവൾ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ, ഒരു മകനുണ്ടായാൽ, ദൈവമേ ആ മകനെ ഞാൻ നിനക്ക് തന്നുകൊള്ളാമെന്ന്. ഞാനൊരു മകനെ ചോദിക്കുന്നത് കൊണ്ട് മകനല്ല എനിക്ക് വലുത്, എനിക്ക് വലുത് നീയാണ് ദൈവമേ എന്ന് അവൾ നേർച്ച നേർന്നുകൊണ്ട് ദൈവത്തോട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ പിന്നീട് ചെയ്യുന്നത്, അവൾ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ ദൈവത്തോട് അവൾ സംസാരിക്കുന്നു. അവൾ കർത്താവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുമ്പോ പുരോഹിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? തന്റെ ദുഃഖം പറയുമ്പോ പുരോഹിതൻ അവളെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് അവളെ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞുവിടുമ്പോ പിന്നീട് അവൾ ദുഃഖിക്കുന്നില്ല. കാരണം ആ പുരോഹിതന്റെ ആശീർവാദത്തിലൂടെ
ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് അവൾ ഉറച്ച വിശ്വസിക്കുകയാണ്. പിന്നീട് അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. അവൾ സന്തോഷിക്കുന്നു. പിന്നീട് അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞുമായി ദേവാലയത്തിൽ വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ടത്. അവൾ ദേവാലയത്തിൽ വന്ന് തന്റെ കുഞ്ഞിന് ദൈവത്തിന്റെ സന്നിധിയിൽ അവൾ സമർപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ മറിയത്തിന്റെ സന്തോഷമാണ്. അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബാഹ്യമായ സാഹചര്യങ്ങൾ നോക്കിയാൽ ദുഃഖിച്ചിരിക്കേണ്ട പരിശുദ്ധ മറിയം ഇവിടെ അവൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഒന്നാം വായനയിൽ ഹന്നയുടെ കീർത്തനമാണ് എങ്കിൽ സുവിശേഷത്തിൽ മറിയത്തിന്റെ കീർത്തനം നമ്മൾ കാണുകയാണ്. മറിയത്തിന്റെ പഠന കളരിയിലാണ് യേശു വളർന്നത്. അപ്പനിൽ നിന്ന് തൊഴിൽ പഠിച്ചു, അമ്മയിൽ നിന്ന് യേശു പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഹന്ന പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധികൾക്കും ദൈവത്തിന്റെ കയ്യിൽ അതിനുള്ള ഉത്തരമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ദൈവത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് കരയുന്ന ഒരു പൈതലിനെ മറികടന്ന് ദൈവം പോകില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോ ഈശോയെ, നിന്റെ മുമ്പിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ പ്രതിസന്ധികൾ സമർപ്പിക്കുന്നു. നിന്റെ ആലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും ജനത്തിന്റെ മുമ്പിൽ നീ കരയാൻ സമ്മതിക്കില്ല എന്ന് അന്നയുടെ ജീവിതം ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോ ഈശോയെ, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട്. ഈശോയെ, സ്വന്തമായി ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ ആകുലപ്പെടുന്ന മക്കളുണ്ട്. ഈശോയെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, കൃഷിസ്ഥലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ ഏകമായി ഈശോയെ അൽത്താരയിൽ ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.